നമസ്കാരം. ജനശബ്ദം ന്യൂസിന്റെ വിദേശ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആൻസി ജോർജ്. നേപ്പാളിലും ടിബറ്റിലും ഭൂചലനം, 32 പേർ മരിച്ചു, നിരവധി പേർക്ക് പരിക്ക്. 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന്റെ പ്രകമ്പനം ഇന്ത്യയിലും അനുഭവപ്പെട്ടു. ബീഹാറിലും കൊൽക്കത്തയിലും പ്രകമ്പനമുണ്ടായി. രാവിലെ 6:35 ഭൂചലനമുണ്ടായത്. നേപ്പാളിലെ ലുബിച്ചയ്ക്ക് 93 കിലോമീറ്റർ വടക്ക് കിഴക്കാണ് പ്രഭവ കേന്ദ്രം. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കാഠ്മണ്ഡു അടക്കം പ്രധാന നഗരങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടു. ആദ്യത്തേതിന് തൊട്ടു പിന്നാലെ 2 ഭൂകമ്പങ്ങൾ കൂടി ഈ മേഖലയിൽ ഉണ്ടായതായി NCS ഡാറ്റ വെളിപ്പെടുത്തുന്നു. വ്യാജ ഫോൺ കോളുകളിലൂടെ ബാങ്കിംഗ് വിവരങ്ങൾ ചോർത്തി തട്ടിപ്പ്. ബഹ്റൈനിൽ 12 അംഗ ഏഷ്യൻ സംഘത്തിന് തടവ്. സംഘത്തിലെ 4 പേർക്ക് 5 വർഷം തടവും 1000 ദിനാർ വീതം പിഴയും ക്രിമിനൽ കോടതി വിധിച്ചു. ബാക്കിയുള്ള 8 പേർക്ക് 3 വർഷം വീതമാണ് തടവ്. ജയിൽ ശിക്ഷ പൂർത്തിയാക്കിയ ശേഷം 12 പേരെയും നാടുകടത്തും. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള കോളുകളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് സംഘം തട്ടിപ്പ് നടത്തിയത്. ഇൻഗാസ് ഷാർജ കമ്മിറ്റി സംഘടിപ്പിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 139ാം ജന്മദിനം ജയ്ഹിന്ദ് എന്ന പേരിൽ വിപുലമായ പരിപാടികളോടെ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ കമ്മ്യൂണിറ്റി ഹാളിൽ ആഘോഷിച്ചു. രാവിലെ നടന്ന പഠന ക്യാമ്പ് ഇൻഗാസ് UAE വർക്കിംഗ് പ്രസിഡന്റ് TA രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന്റെ ചരിത്രവും ഇന്ത്യയുടെ വർത്തമാനവും എന്ന വിഷയത്തിൽ KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് ക്ലാസ് എടുത്തു. ഇൻഗാസ് ഷാർജ പ്രസിഡന്റ് KM അബ്ദുൾ മനഫ് അധ്യക്ഷനായി. US ഇന്ത്യൻ വിദ്യാർത്ഥിനിയെ വാഹനമിടിച്ചു കൊലപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ പിരിച്ചുവിട്ടു. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള 23-കാരിയായ ജാനവി കണ്ട്ലയെ 2023 ജനുവരിയിൽ സിയാറ്റിൽ പോലീസ് ഓഫീസറായ കെവിൻ ഡേവ് ഓടിച്ച വാഹനം ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. നോർത്ത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനിയായിരുന്നു ജാനവി. അമിത വേഗതയിലെത്തിയ പോലീസ് പെട്രോളിംഗ് വാഹനത്തിൽ ഇടിച്ചാണ് ജാനവി കണ്ട്ല 100 അടി താഴ്ചയിലേക്ക് തെറിച്ചത്. കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം KPF വാർഷിക ജനറൽ ബോഡി പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. 2 വർഷത്തെ കാലാവധി പൂർത്തിയാക്കിയ നിലവിലെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജമാൽ കുറ്റിക്കാട്ടിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറി ഹരീഷ് PK പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ഷാജി പുതുകൂടി സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു.